ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഞ്ചി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ഇഞ്ചി അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 12 ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്, കാരണം ഇത് കരിഞ്ഞു പോകും. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ഉണങ്ങിയ ബൗളിലേക്ക് മാത്രം മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം ഒട്ടും പാടില്ല. ഇതിൻ്റെ ചൂടൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിത് മിക്സറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെയാണ് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് പാനിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മസാല റോസ്റ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 2 വറ്റൽ മുളക് കൂടി മുറിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം നമ്മൾ മസാല റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മസാല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ലോയിൽ തന്നെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളത്തിലാണ് ഇത് പിഴിഞ്ഞെടുത്തത്. ഇതിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം 1 ടേബിൾ സ്പൂൺ ശർക്കര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് 2 മിനിറ്റ് കൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുറുക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ശർക്കരയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിക്കറി ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് നമ്മളിത് അധികം കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. പുളിയും ശർക്കരയും ഇഞ്ചിയുടെ എരിവും ഒക്കെ നല്ല പാകത്തിനാണ് നിൽക്കേണ്ടത്. 2-3 മിനിറ്റ് കൊണ്ട് ഇഞ്ചിക്കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ജാറിലേക്ക് മാറ്റി വയ്ക്കാം. ജാറിന് ഒട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല. ഒരാഴ്ച നമുക്കിത് പുറത്ത് വെച്ച് തന്നെ സൂക്ഷിക്കാം. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.